അപ്പോസ്തലരുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ പ്രാരംഭമായി നമുക്ക് വായിക്കാം. അപ്പോസ്തലരുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനായിരുന്നു. ആരെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് പറയാമോ? ബർന്നബാസിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ബർന്നബാസിന് മറ്റൊരു പേരുകളുണ്ട്. എന്താണ്? പ്രബോധനപുത്രൻ എന്നാണ് ബർന്നബാസ് അറിയപ്പെട്ടിരുന്നത്. ലേവി ഗോത്രത്തിൽപ്പെട്ട കുപ്രോസുകാരനായ ഒരു വ്യക്തിയായിരുന്നു ബർന്നബാസ് എന്ന അപ്പോസ്തലപ്രവൃത്തികൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം സുവിശേഷം എഴുതിയ മർക്കോസിന്റെ ഒരു കസിലൂടെയാണ് പ്രബോധനത്തിൽ, ശുശ്രൂഷയിൽ, ദൈവജന പ്രഘോഷണത്തിൽ ശക്തനായി നിയോഗിക്കപ്പെട്ട ഒരു അഭിഷിക്തനായതുകൊണ്ട് പ്രബോധനപുത്രൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം റഷ്യയിലേക്ക് വരുവാനുണ്ടായിരുന്ന കാരണം കുപ്രോസുകാരനായ മനുഷ്യനായിരുന്നു. എന്നാൽ യെരുശലേം ദേവാലയത്തിൽ ആണ്ടിലൊരിക്കൽ നടക്കുന്ന പെന്തക്കോസ്ത് പെരുന്നാളുകളിൽ സംബന്ധിക്കേണ്ടതിന് കുപ്രോസിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും അനവധി വിശുദ്ധന്മാരും യഹൂദന്മാരും ഒക്കെ കടന്നു വരുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ബർന്നബാസും കടന്നു വന്നതായിരിക്കാം എന്ന് കരുതപ്പെടുന്നു. യെരുശലേമിൽ നടന്ന ഉണർവിൽ, അല്ലെങ്കിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ നടന്ന, മർക്കോസ് കസിനാണല്ലോ, അപ്പോൾ മർക്കോസിന്റെ മാളിക മുറിയിൽ നടന്ന ആ ഉണർവിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശക്തമായി ജ്വലിച്ചപ്പോൾ, രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടായപ്പോൾ 3000 ആൾ സഭയോട് ചേർന്നപ്പോൾ ബർന്നബാസും ആ കൂട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുകയും സ്നാനപ്പെടുകയും ദൈവസഭയോട് ചേരുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ കുപ്രോസുകാരനായ മനുഷ്യൻ യെരുശലേമിൽ നടന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി രുചിച്ചറിഞ്ഞ് പിന്നീട് അന്ത്യോക്യയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഒക്കെ ശുശ്രൂഷയ്ക്കായി കടന്നുപോയി ദൈവം അവനെ ഉപയോഗിച്ചുവെന്ന് ബർന്നബാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലേവി ഗോത്രക്കാരനാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ ബർന്നബാസിന്റെ തുടക്ക സമയങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 36-37 വാക്യങ്ങൾ വായിക്കാം. 4-ാം അധ്യായത്തിൽ കുപ്രോസ് ദ്വീപുകാരനായിരുന്ന അദ്ദേഹത്തിന് യോസഫ് എന്നൊരു മറ്റൊരു പേരുമുണ്ട്. യോസഫ് എന്ന ലേവിയനാണ് അദ്ദേഹം. മറ്റൊരു പേര് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ബർന്നബാസ് എന്ന പേരുണ്ട്. പ്രബോധനപുത്രൻ എന്നുള്ള പേരുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്ന അവിടെ നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരാണ്. അപ്പൊ നിലമുള്ള മനുഷ്യനായിരുന്നു. സാമ്പത്തികമായി നല്ല ഒരു ഉയർന്ന നിലവാരത്തിലുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ ഉണർവിന്റെ സമയത്ത് ജനമൊക്കെ ഉണർവിലായപ്പോൾ തങ്ങൾക്കുള്ള ഒന്നും സ്വന്തം വകയെല്ലാം എണ്ണി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ആരാധിക്കുകയും ചെയ്ത ആദിവസഭയുടെ കാലഘട്ടത്തിൽ തനിക്കുണ്ടായിരുന്ന സമ്പത്ത് നിലമൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച മനുഷ്യനാണ്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, അല്ലേ? വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ലാഭം എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്, അല്ലേ? നമുക്കെല്ലാം കർത്താവിൽ നിന്ന് വാങ്ങണം എന്നുള്ള ആഗ്രഹം, അല്ലേ? ആത്മികമായി, ഭൗതികമായി, സാമ്പത്തികമായി നമുക്ക് കർത്താവിന്റെ അനുഗ്രഹം വാങ്ങണം, ലഭിക്കണം, കർത്താവിൽ നിന്ന് ലഭിക്കണം എന്നുള്ള ആഗ്രഹം. സത്യത്തിൽ കർത്താവിന് വേണ്ടി നാം കൊടുക്കാൻ തയ്യാറാണ്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് ദൈവത്തിൽ. നമ്മുടെ സമയത്തിന്റെ ദശാംശം, അല്ലെ? നമ്മുടെ നന്മകളുടെ ദശാംശം, നമ്മുടെ സാമ്പത്തിക അനുഗ്രഹങ്ങളുടെ, ഭൗതിക നന്മകളുടെ ദശാംശം ഒക്കെ കർത്താവിന് കൊടുക്കുന്നവരാണ് നാം തീർന്നു, അല്ലെ? ആദിവസഭ അവിടെ നിലമൊക്കെ വിറ്റ്, മുഴുവനായി വിറ്റ് കാൽക്കൽ കൊണ്ട് വെക്കുകയായിരുന്നു. അതൊന്നും ഈ പുതിയ ദിവസഭ നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമായിരുന്നു, അല്ലെ? എന്നിരുന്നാൽ പോലും നമ്മുടെ നന്മകളിൽ നിന്നും, നമ്മുടെ സാമ്പത്തികമായ അനുഗ്രഹങ്ങളും, സാമ്പത്തികം മാത്രമല്ല നമ്മുടെ സമയത്തിന്റെ ഒരു ദശാംശം, അല്ലെ? ദൈവത്തിന് കൊടുക്കുക. അത് ദൈവത്തിന് കൊടുക്കുന്നവരായിട്ട്, ദൈവത്തിൽ നിന്ന് വേണം എന്നുള്ള ആഗ്രഹം മാത്രമല്ലാതെ ദൈവത്തിന് കൊടുക്കുന്നവരായി തീരാം. അതുപോലെ ബർന്നബാസിന്റെ ആരംഭം തന്നെ കൊടുത്തുകൊണ്ടാണ്, അല്ലെ? തന്റെ നിലം വിറ്റിട്ട് ദൈവസഭയ്ക്ക് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തുടക്കം. ബർന്നബാസിനെ കുറിച്ച് നമ്മളിപ്പോൾ വായിച്ച ഭാഗത്തെ 11:23 പറയുന്നത് നല്ല മനുഷ്യനായിരുന്നു. അതൊരു വലിയൊരു ക്വാളിറ്റിയാണ്, അല്ലെ? എല്ലാം ഉണ്ടായിരുന്നാൽ നല്ല മനുഷ്യനാകുക എന്നുള്ള വലിയൊരു ക്വാളിറ്റിയാണ്. നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണ്, വിശ്വാസത്തിൽ നിറഞ്ഞവനാണ്. കർത്താവ് നമ്മെ കുറിച്ചും ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിനത്തിൽ
ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. നല്ല മനുഷ്യനാകുക, വിശ്വാസത്താൽ നിറയുക, പരിശുദ്ധാത്മാവിനാൽ നിറയുക. ഹല്ലേലൂയ. ഈ ക്വാളിറ്റീസ് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എന്നെഴുതിയിരിക്കുകയാണ്. അന്ത്യോക്യയിലെ ആയിരുന്ന സമയത്തെ യവനന്മാരായിരിക്കുന്ന യഹൂദന്മാർ ഉൾപ്പെടെ ഉള്ളവർ മാത്രമല്ല, യവനന്മാരും ജാതികളും കൂടെ വിശ്വാസത്തിലേക്ക് വരുന്നു അറിഞ്ഞ് അത് അപ്പോസ്തലന്മാർ ബർന്നബാസിനെ അന്ത്യോക്യയിലേക്ക് അയക്കുന്ന ഭാഗമാണ് അവിടെ കാണുന്നത്. എന്നാൽ അന്ത്യോക്യയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷം. ദൈവകൃപ എങ്ങനെ കാണാൻ പറ്റുന്നത് അല്ലെ? ദൈവകൃപ കാണാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. ദൈവകൃപ കണ്ട് സഭയുടെ ആ അവസ്ഥ കണ്ട് ആ അനുഗ്രഹം കണ്ടവൻ സന്തോഷിച്ചു. രണ്ട്, എല്ലാവരും ഹൃദയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആരാധനയ്ക്ക് വരുന്നു, പ്രാർത്ഥനയ്ക്ക് വരുന്നു, നമ്മുടെ മീറ്റിങ്ങുകൾക്ക് സംബന്ധിക്കുന്നതിനേക്കാൾ ഉപരി കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ഇതായിരിക്കും നമ്മുടെ ഹൃദയത്തിന്റെ പർപ്പസ്. നമ്മളിപ്പോ കേട്ടതുപോലെ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണം, നന്മകൾ പ്രാപിക്കണം എന്നതിനേക്കാൾ ഉപരിയായി യേശു കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ഹല്ലേലൂയ. 12 വരെ കർത്താവ് 12 അപ്പോസ്തലന്മാരെ കർത്താവ് തെരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെ അതാ, തന്നോട് കൂടെ ഇരിപ്പാനും. ആ പദം ആദ്യം അവിടെ കാണുക. തന്നോടുകൂടെ ഇരിപ്പാനും, ഭൂതങ്ങളെ പുറത്താക്കുവാനും, പ്രസംഗിക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക ഒക്കെ പിന്നീടുള്ള ശുശ്രൂഷകളാണ്, പിന്നത്തെ കാര്യങ്ങളാണ്. തന്നോടുകൂടെ ഇരിക്കുക, അതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം ഉപവാസപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ദൈവത്തോട് കൂടെ ഇരിക്കുക എന്നുള്ളത്. നമ്മുടെ ഭൗതിക വിഷയങ്ങൾക്കുള്ള നേട്ടങ്ങളോ വിടുതലുകളോ എന്നതിനേക്കാൾ ഉപരി നാം നമ്മെ തന്നെ ഒരുക്കി ദൈവത്തോട് കൂടെ ഇരിക്കുക. ഇഷ്ടം അതാ തീരുമാനിച്ച് ഒരു വിടുതൽ ലഭിക്കുന്നത് വരെ ദൈവത്തോട് കൂടെ ഇരിക്കുക, മറ്റു കാര്യങ്ങളൊന്നും ഇടപെടാതെ ദൈവത്തോട് കൂടെ ഇരിക്കുക. അപ്പോൾ പ്രബോധനനായിരുന്ന ബർന്നബാസും ജനത്തെ കണ്ടപ്പോൾ പ്രബോധിപ്പിച്ച കാര്യം എന്താ? കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം അവരെ പ്രബോധിപ്പിച്ചു. അപ്പോൾ ദൈവകൃപ കണ്ട് സന്തോഷിച്ചവൻ, ആത്മീയ മനസ്സുള്ളവൻ, മൂന്നാമത് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തീരുമാനിച്ചവൻ. ഇങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റീസ് ഉണ്ടാകണമെങ്കിൽ ഒരു നല്ല മനുഷ്യനായിരിക്കണം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിരിക്കണം, വിശ്വാസത്തിൽ നിറഞ്ഞവനായിരിക്കണം. ആ ഉണർവ് എന്ന് പറയുമ്പോൾ അധികമായ കർത്താവിനെ നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നു, കൈകളടിക്കുന്നു, അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിക്കുന്നു, അല്ലെ? ആരാധിക്കുന്നു എന്ന് മാത്രമല്ല ഉണർവ്. സാധാരണ ഉണർവ് കാണുന്നത് എന്താ? അത്ഭുതങ്ങൾ നടക്കുന്നു, വിടുതൽ നടക്കുന്നു, ഉണർവാണ്. എങ്കിലും ഉണർവ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഉണർവ് നമ്മുടെ ഹൃദയത്തിലാണ് സംഭവിക്കേണ്ടത്. നമുക്കാണ് രൂപാന്തരം ഉണ്ടാകേണ്ടത്, നമ്മുടെ തീരുമാനങ്ങളാണ് മാറേണ്ടത്, നാമാണ് കർത്താവിനോട് ചേർന്ന് നിൽക്കേണ്ടത്. അവിടെയാണ് ഉണർവ് വ്യാപരിക്കുന്നത്. ദൈവകൃപ കണ്ട് ജനത്തിൽ വ്യാപരിച്ച ദൈവകൃപ, അതും യവനന്മാരും ജാതികളുമായിട്ടുള്ള മനുഷ്യരുടെ കർത്താവിൽ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ശമരിയയിലേക്ക് അപ്പോസ്തലന്മാരെ ഫിലിപ്പോസിന്റെ നേതൃത്വത്തിലുള്ള ശുശ്രൂഷയിൽ നടക്കുന്ന അനുഭവങ്ങളുടെ നടുവിലും അപ്പോസ്തലന്മാരെ ശമരിയയിലേക്ക് അയച്ച കാരണം അതാണ്, അല്ലെ? ശമരിയിൽ വലിയ ഉണർവുണ്ടായി, വലിയ സന്തോഷമുണ്ടായി. ജനം ശമരിയക്കാർ, ജാതികളായിട്ടുള്ള ആൾക്കാരുടെ വിശ്വാസത്തിലേക്കും രക്ഷയിലേക്കും വന്നു. അതുകൊണ്ടാണ് ഫിലിപ്പോസിന്റെ നേതൃത്വത്തിലുള്ള ശുശ്രൂഷ ശമരിയയിൽ നടക്കുമ്പോൾ അപ്പോസ്തലന്മാരെ അവിടേക്ക് അയക്കുന്നത്. ഇവിടെ ബർന്നബാസ് ഈ ജനത്തെ കണ്ടിട്ട് അവൻ സന്തോഷിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലർ 15-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. 15-ന്റെ 12-ാമത്തെ വാക്യം. ബർന്നബാസിൽ കൂടെ ദൈവം ചെയ്ത ചില ദൈവപ്രവൃത്തികളെ കുറിച്ചുള്ള ചിന്തകളാണ് നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത്. ശേഷം പ്രാർത്ഥിക്കും. 15-ന്റെ 3 വാക്യം. 15-ന്റെ 3. സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്നീക്യയിലും ശമരിയയിലും കൂടെ കടന്ന് മഹാസന്തോഷം വരുത്തി. യഹൂദന്മാർക്കും യവനന്മാർക്കും മാത്രമല്ല അല്ല യേശു കർത്താവ്, അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല കർത്താവ്, അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല രക്ഷ, അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല സ്നാനം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഇതൊന്നും യഹൂദന്മാർക്ക് യവനന്മാർക്ക് മാത്രമുള്ളതല്ല, ജാതികൾക്ക് കൂടെ ഉള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഫൊയ്നീക്യയിലും ഇവിടെ ശമരിയയിലും അല്ലെ നടക്കുന്ന ദൈവപ്രവൃത്തികൾ കണ്ട് അവരെന്ത് ചെയ്യുക? സന്തോഷിക്കുകയാണ്. മഹാസന്തോഷം അപ്പോസ്തലന്മാർ അല്ലെ ജാതികളുടെ മാനസാന്തരം അറിയിച്ച സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി.
നമ്മളും പ്രാർത്ഥനയിൽ ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ സന്തോഷം വരുത്തുന്നവരായി തീരണം. നമ്മുടെ സഹോദരന്മാർക്ക് നമ്മൾ പരസ്പരം കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകണം. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിച്ചുകൊണ്ട്, ദൈവമൂർത്തികളെ വർണ്ണിച്ചുകൊണ്ട് പരസ്പരം സന്തോഷിക്കുവാനിടയായി തീരണം. മാത്രമല്ല 15-12 വാക്യത്തിൽ ജനസമൂഹം ബർന്നബാസും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവം തങ്ങളെ കൊണ്ട് ചെയ്യിച്ച ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് വെറുതെ കടന്നു വരിക മാത്രമല്ല, നമ്മുടെ വിഷയങ്ങൾക്ക് വിടുതൽ ലഭിക്കണം. അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വീര്യപ്രവർത്തികളിലൂടെയും ദൈവം വചനത്തെ ഉറപ്പിക്കുവാനിടയാകും. ഹല്ലേലൂയ. നാം ആരാധിക്കുന്ന ദൈവം മരിച്ച ഒരു ദൈവമല്ല. ഹല്ലേലൂയ. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവമാണ്. ഇന്നും ജീവിക്കുകയും പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്ന, ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. അവൻ ഇന്നും ജീവിക്കുന്നത് കൊണ്ട് അവന്റെ നാമത്തിൽ ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഇന്ന് നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും ചെയ്യുവാൻ അവൻ ശക്തനാണ്. വിശ്വസിക്കാമോ? അതുകൊണ്ട് യവനന്മാരുടെ ഇടയിൽ മാത്രമല്ല, യഹൂദന്മാരുടെ ഇടയിൽ മാത്രമല്ല, ജാതികളുടെ ഇടയിലും അത്ഭുതങ്ങളെ ചെയ്യുന്ന, അടയാളങ്ങളെ ചെയ്യുന്ന, വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങളെ അവർ വിവരിച്ചു പറഞ്ഞത് അവർ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവം നമ്മിൽ ചെയ്ത അത്ഭുതങ്ങളെ പ്രസ്താവിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ നമുക്കുണ്ട്, അല്ലേ? ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകളെ മൂടി വെക്കുവാൻ നമുക്ക് അനുവാദമില്ല. ഇവരെന്ത് ചെയ്തു? ബർന്നബാസും പൗലോസും ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ജനത്തിന് വിവരിച്ചു പറഞ്ഞു കൊടുത്തു. നാമുമായിട്ട് സന്ധിക്കുന്നവർ, നാമുമായിട്ട് ബന്ധപ്പെടുന്നവർ, നാമുമായിട്ട് ഇടപെടുന്നവരോടെല്ലാം ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നാം സംസാരിക്കണം. നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജോലി മേഖലകളിലാണോ, വ്യക്തിപരമായ ജീവിതത്തിലാണോ, സഭയിലാണോ, അത് വിവരിക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. സന്തോഷമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സഭായോഗത്തിൽ കർത്താവിനെ ഉയർത്തും, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ജീവിതത്തിൽ ദൈവം ചെയ്ത അടയാളങ്ങൾ ഉണ്ടെങ്കിൽ, വീര്യപ്രവൃത്തികൾ ഉണ്ടെങ്കിൽ അത് വിവരിച്ചു പറയുവാൻ ബർന്നബാസിനെ പോലെ ദൈവം അത്ഭുതങ്ങളോടെ ചെയ്യണമല്ലേ? നമ്മുടെ വിശ്വാസത്തിന് ഒത്തവണ്ണം, പ്രാർത്ഥനയ്ക്ക് ഒത്തവണ്ണം ദൈവം അത്ഭുതങ്ങളോടെ ചെയ്യണം. ആ അത്ഭുതങ്ങൾ നമ്മുടെ വിശ്വാസത്താൽ സംഭവിക്കുന്നത്. ആ അത്ഭുതങ്ങളെ വർണ്ണിക്കുന്നവരായി തീരണം. നാം കാണുന്നവരോട്, നമ്മുമായി അടുത്തിടപെടുന്നവരോട് കർത്താവിനെ കുറിച്ച് പറയേണ്ട ഉത്തരവാദിത്വം ബർന്നബാസിനെ പോലെ, പൗലോസിനെ പോലെ നമുക്കുണ്ട്. അപ്പം അത്ഭുതങ്ങളെ വിവരിക്കുന്നവനായിരുന്നവൻ, ദൈവപ്രവൃത്തികളെ വർണ്ണിക്കുന്നവനായിരുന്നു. ഒന്ന്, അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ. ഒന്ന്, അവൻ വിശ്വാസത്തിൽ വർദ്ധിച്ചു വന്നവൻ, നല്ല മനുഷ്യൻ. മാത്രമല്ല ദൈവത്തിന്റെ അത്ഭുതങ്ങളെ പ്രസ്താവിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. പിന്നീട് നാം ബർന്നബാസിനെ കാണുന്ന അപ്പോസ്തലപ്രവൃത്തികൾ 14-ാം അധ്യായത്തിലാണ്. 14-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യഹൂദന്മാർ വസ്ത്രം കീറണമെങ്കിൽ അവർക്ക് ഒന്നിൽ അതുപോലുള്ള പ്രഷർ ഉണ്ടാകണം, ടെൻഷൻ ഉണ്ടാകണം, അല്ലെങ്കിൽ അവർക്ക് അതുപോലുള്ള ഒരു ആത്മീയ വൈരാഗ്യം എന്നാണ് പറയാം, അല്ലെ? ആത്മീയമായിട്ടുള്ള ഒരു രോഷം ഉണ്ടാകണം, അല്ലെ? നമുക്ക് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന് അറിഞ്ഞപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി. ഒന്നിൽ ദേഷ്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ രോഷം ഉണ്ടാകുമ്പോഴാണ് സാധാരണ യഹൂദന്മാരുടെ വസ്ത്രം വലിച്ചു കീറുന്നത്. ഇവിടെ പൗലോസും ബർന്നബാസും തങ്ങളുടെ വസ്ത്രം വലിച്ചു കീറി ജനത്തോട് സംസാരിക്കുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? അവരവിടെ പറയുന്ന കാര്യം എന്താ? പുരുഷന്മാരെ, ഞങ്ങൾക്ക് പ്രത്യേകതയൊന്നുമില്ല, ഞങ്ങൾ നിങ്ങളെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യത്രേ, അല്ലേ? ഞാനൊരു ഏരിയാവും നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്ന് യാക്കോബ് പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതുപോലെ സമസ്വഭാവമുള്ള മനുഷ്യനാണ് ആരൊക്കെ? പൗലോസും ബർന്നബാസും. അപ്പൊ അവരിൽ കൂടെ എന്തെങ്കിലും ദൈവപ്രവൃത്തികൾ നടക്കുന്നെങ്കിൽ അത് അവരുടെ കഴിവല്ല, അവരുടെ മിടുക്കല്ല. നമ്മിൽ കൂടെ എന്തെങ്കിലും ദൈവപ്രവൃത്തികൾ നടക്കുന്നെങ്കിൽ നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, ദൈവത്തിന്റെ അത്ഭുതമാണ്, ദൈവത്തിന്റെ കരമാണ് അതിന് പിന്നിൽ. ഈ സംഭവത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ലുസ്ത്രയില് പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് ജന്മന മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ആ ദേശത്തുള്ളവർക്കെല്ലാം ഈ മനുഷ്യനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. കാരണം ജനിച്ചപ്പോൾ മുതലേ മുടന്തനായിട്ടുള്ള മനുഷ്യനാണ് ഈ ലുസ്ത്രയിൽ ഉണ്ടായിരുന്നത്. ലുസ്ത്രയിൽ ദൈവത്തിന്റെ വചനം
ഓരോ സംസാരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന മനുഷ്യൻ പട്ടണത്തിന് പരിചയമുള്ള മനുഷ്യനാണ്. ഹല്ലേലൂയ. നമുക്കറിയാം ഇപ്പോഴത്തെ സൗഖ്യങ്ങളും ശുശ്രൂഷകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നാറുണ്ട് അല്ലേ? ഇത് നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചതാണോ? ആംബുലൻസ് ഡ്രൈവറെ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ? കാലൊടിഞ്ഞു കൊണ്ടുവന്നിരിക്കുന്ന ആള് നേരത്തെ പറഞ്ഞ് ക്രമീകരിച്ചിരിക്കുന്നതാണോ? അല്ലെ? കാലൊടിഞ്ഞു കൊണ്ടിരുന്ന ആളെ കൊണ്ട് നിർത്തുന്നു, ഹല്ലേലൂയ, എന്നിട്ട് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കുന്നു, സൗഖ്യമാക്കുന്നു, വടിയെടുത്ത് കളയുന്നു, പിടിച്ച് ആംബുലൻസ് കയറ്റുന്നു. അപ്പൊ ഇത് നേരത്തെ ക്രമീകരിച്ചാണെന്ന്, ക്രമീകരിച്ചതുകൊണ്ട് ക്രമീകരിക്കാത്തതുകൊണ്ട് മനുഷ്യൻ നമുക്ക് പിടികിട്ടാത്തൊരു കാലഘട്ടം അല്ലേ? സത്യം ഏതാണ് യഥാർത്ഥത്തിലുള്ള അത്ഭുതം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ്, ദുരുപദേശങ്ങളുടെയും ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ലുസ്ത്രയില് പരിചയമുള്ള മനുഷ്യനാണ്. വർഷങ്ങളായിട്ട് മുടന്തനായിട്ടുള്ള, ജന്മനാ മുടന്തനായിട്ടുള്ള, പട്ടണത്തിന് പരിചയമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് അവർക്ക് ഈ അത്ഭുതം നടന്നപ്പോൾ 100% ഉറപ്പായിരുന്നു ഈ അത്ഭുതത്തിന്റെ പിന്നിൽ ഒരു ദൈവശക്തിയാകുന്നു എന്നവർക്ക് വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് ഈ അത്ഭുതം നടന്നതന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ദൈവത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജന്മനാമുടന്തനായ മനുഷ്യൻ പൗലോസിനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്ന പൗലോസ് കണ്ടു. ഹല്ലേലൂയ. തന്റെ വചനം ശ്രദ്ധിക്കുന്നെന്ന് മനസ്സിലായപ്പോൾ തന്റെ അകത്ത് സൗഖ്യമാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നു എന്ന് വിശ്വാസമുണ്ടെന്ന് മനസ്സിലായപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? അവനെ നോക്കിയിട്ട് പറഞ്ഞു, കാലൂന്നി നിവർന്ന് നിൽക്കുക എന്ന് പറഞ്ഞ് നമ്മളോട് കൽപ്പിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. വചനം കേൾക്കുമ്പോൾ വചനം കേട്ടു പോകുന്നവരായി തീരാതെ വചനം വിശ്വാസമായി പരിണമിക്കണമെന്ന് ദൈവത്തിനുണ്ട്. വചനം നമ്മുടെ ഉള്ളിൽ വിശ്വാസമായി പരിണമിക്കണം. ദൈവം സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞാൽ, വിടുവിക്കുന്നെന്ന് പറഞ്ഞാൽ, അത് കേൾക്കുമ്പോൾ അതെന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകും എന്നൊരു വിശ്വാസം അകത്ത് ഉരുവാകുന്നുണ്ടെങ്കിൽ മാത്രമേ ആ വിടുതലും ആ സൗഖ്യവും നടക്കത്തുള്ളൂ. വചനം സംസാരിക്കുന്ന പൗലോസ് അപ്പോസ്തലനെ കണ്ടപ്പോൾ ജന്മനാമുടന്തനായ, അമ്മയുടെ ഗർഭപാത്രം തൊട്ട് മുടന്തനായിരുന്ന മനുഷ്യൻ പൗലോസ് അപ്പോസ്തലന്റെ വചനം കേൾക്കുമ്പോൾ അകത്ത് ഒരു വിശ്വാസം ഉണ്ടായി വരികയാണ്. അവന്റെ വിശ്വാസം അവന്റെ മുഖത്ത് നിന്ന് മനസ്സിലാക്കിയ, നോട്ടത്തിൽ നിന്ന് മനസ്സിലാക്കിയ പൗലോസ് പറയാണ്, നീ കാല് ഊന്നി നിവർന്നു നിൽക്കുക. ഇന്ന് രാത്രി വചനം സംസാരിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ അകത്തൊരു വിശ്വാസം ഉണ്ടാകണം. എന്റെ വിഷയങ്ങളെ പരിഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. പൗലോസിൽ കൂടെ ദൈവം അത് ചെയ്തെങ്കിൽ എന്റെ ജീവിതത്തിലും അത് ചെയ്യുവാൻ ഇന്ന് രാത്രി ദൈവം ശക്തനാണെന്ന് അകത്തൊരു വിശ്വാസം ഉണ്ടാകണം. വിശ്വാസമുള്ളവർക്ക് വിടുതലുണ്ടാകുന്നത്. അവന്റെ അകത്ത വിശ്വാസം ഉണ്ടാകുന്നതുകൊണ്ടാണ് പൗലോസിനോട് സംസാരിച്ചത്. എന്നാൽ ഈ അത്ഭുതം നടന്നപ്പോൾ ജന്മനാമുടന്തനായ ഒരു വ്യക്തിയാണ്, ആ പട്ടണത്തിന് പരിചയമുള്ള വ്യക്തി ആയതുകൊണ്ട് ജനം ഓടിക്കൂടുവാൻ ഇടയായിരുന്നു. ജനം ഓടിക്കൂടിയിട്ട് ബർന്നബാസിന് ചന്ദ്രനെന്നും പൗലോസ് അപ്പോസ്തലന് ബുധനെന്നും പേരിട്ടിട്ട് അവരെ ദേവന്മാരാക്കി, ദേവന്മാർ ഞങ്ങളുടെ ഇടയിൽ, മനുഷ്യരുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്നു പറഞ്ഞ് അവരെ ദേവന്മാരാക്കി ചിത്രീകരിച്ചു. അടുത്തുള്ള പൂജാഗിരിയിലായിരുന്ന, അമ്പലത്തിലായിരുന്ന മനുഷ്യരൊക്കെ ഓടി വന്നു അല്ലെ, പുരോഹിതന്മാരൊക്കെ ഓടി വന്നിട്ട് കാളകളെ കൊണ്ടുവന്ന് യാഗം കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും തങ്ങളുടെ വസ്ത്രം വലിച്ചു കീറിയിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് പ്രത്യേകതയൊന്നുമില്ല, ഞങ്ങൾ ദേവന്മാരൊന്നുമല്ല, മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു ദേവന്മാരൊന്നുമല്ല, ഞങ്ങൾ നിങ്ങളെ പോലുള്ളവരാണ്, സമസ്വഭാവമുള്ളവരാണ്. നിങ്ങളെ പോലത്തെ ശരീരം, നിങ്ങളെ പോലത്തെ സംസാരം, നിങ്ങളെ പോലെ രീതികൾ, സമസ്വഭാവമുള്ളവരാണ്. പക്ഷെങ്കിൽ ഈ പ്രവൃത്തി വെളിപ്പെട്ടത് ദൈവത്തിന്റെ അത്ഭുതമാണ്. ആ വാക്യം വായിച്ച പുരുഷന്മാരെ, നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ഇത് സംഭവിച്ചത് ജീവനുള്ള ദൈവത്താലാണ്. അതുകൊണ്ട് ഈ വ്യർത്ഥ കാര്യങ്ങൾ എന്താണ്? അവിടെ ഒരു പൂജ നടക്കാൻ തുടങ്ങി, അവിടെ ഒരു യാഗം നടക്കാൻ തുടങ്ങി, അമ്പലത്തിലുള്ള പുരോഹിതന്മാർ ഓടി വരാൻ തുടങ്ങി, അല്ലെ ഇവരെ ബുധനെന്നും ചന്ദ്രനെന്നും വെച്ച് ആരാധിക്കാൻ തുടങ്ങി. ഒരു പ്രത്യേക ആരാധന സംഘം ഒരു പെട്ടെന്ന് രൂപീകരിക്കപ്പെടുകയാണ്. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരു ആരാധന സംഘം രൂപീകരിക്കപ്പെടുന്ന നിമിഷ നേരം വരും. ആ ഒരു കല്ലോടെ കൊണ്ട് വെച്ചിട്ട് ഒരു തിരി കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ആരാധനാലയമായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത്. എന്നാൽ അവർ പറയുകയാണ്, നിങ്ങൾ ഈ വർത്തമാനങ്ങളെ വിടുക, ഈ മനുഷ്യൻ സൗഖ്യമായത് ദൈവത്താലാണ്. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുക. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? നമ്മളൊന്ന് വിശ്വസിച്ച് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. എന്തെങ്കിലും വ്യർത്ഥ കാര്യങ്ങളിൽ, മാനുഷിക ബുദ്ധിയിൽ, മാനുഷിക ക്രമീകരണങ്ങളിൽ നാം ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതൊക്കെ ഒന്ന് മറന്നു കളയുക. ജന്മനാ മുടന്ന
മുടന്തനായവനെ, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മുടന്തനായവനെ, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കണ്ണ് കാണാതായ ഒരു മനുഷ്യനെ കുറിച്ച് നമുക്കറിയാം അല്ലേ? യേശു കർത്താവ് നിലത്തേക്ക് തുപ്പിയിട്ട് ചേറുണ്ടാക്കിയിട്ട് അവന്റെ കണ്ണിൽ പുരട്ടിക്കൊടുത്തു. ഈ ശിലോഹോം കുളത്തിൽ പോയി കഴുകാ എന്ന് പറഞ്ഞു. അവൻ കഴുകിട്ട് വന്നു. ഹല്ലേലൂയ. മരങ്ങൾ പോലെ മനുഷ്യരെ കാണുന്ന ആദ്യം പറഞ്ഞു അല്ലേ? രണ്ടാമത് വീണ്ടും ഒരു സൗഖ്യമാകുന്നുണ്ട്. ഹല്ലേലൂയ. 40-ലധികം വയസ്സുള്ള ഒരു മനുഷ്യൻ, എന്നാൽ ജന്മനാ ഹല്ലേലൂയ അന്ധനായിരുന്നവൻ കർത്താവ് അവനെ വിടുവിക്കുവാനിടയായിത്തീർന്നു. ജീവനുള്ള ദൈവത്തിലേക്ക് രാത്രി തിരിയുക. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായിരിക്കുന്ന ഹല്ലേലൂയ സർവശക്തനായ അവന് വർഷങ്ങൾ വിഷയമല്ല, കാലങ്ങൾ വിഷയമല്ല, സാഹചര്യങ്ങൾ വിഷയമല്ല. ഏത് നിമിഷവും വിശ്വസിക്കുന്നതിന് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ വചനത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, വിശ്വസിക്കാമോ? വെളിപ്പെടുന്ന വചനത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, വെളിപ്പെടുന്ന വചനത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ വചന നിമിത്തം അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലനെ കാണുന്നുണ്ട്, ബർന്നബാസിനെ കാണുന്നുണ്ട്. താൻ തീഷ്ണശാലിയാണെന്ന് അതിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. തന്നെക്കാൾ തന്നെയല്ല, ഞങ്ങളെയല്ല ആരാധിക്കേണ്ടത്, വർദ്ധകാര്യങ്ങളുടെ പുറകെയല്ല പോകേണ്ടത്. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ സേവിക്കണം എന്നുള്ള ദൂത് കൈമാറുന്നതിൽ ഹല്ലേലൂയ പരാജയപ്പെട്ടില്ല. ഒരിടത്തും നമ്മൾ ഉയരാൻ അനുവദിക്കരുത്. നമ്മൾ ഉയരാൻ അനുവദിക്കുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ പേര് ഉയരണം, നമ്മൾ ഉയരണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എവിടെ താഴ്മയുള്ളവരായിത്തീരുന്നു, ഹല്ലേലൂയ, എവിടെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിച്ച് ഒന്നുമില്ല എന്ന് പറയുമോ, അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് അവര് പറയുന്നത് ഞങ്ങൾ അപ്പോസ്തലന്മാരാണെന്ന് നമുക്ക് വേണേൽ പറയാം. ശരിക്കും അത് അപ്പോസ്തലന്മാരല്ലേ? അത് ഞങ്ങൾ അപ്പോസ്തലന്മാരാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, പ്രത്യേകതയുള്ളവരാണ്, ഇതൊക്കെ ഉള്ളവരാണ്, അവർക്കത് പറയാം. പക്ഷെ അവരൊന്നും പറഞ്ഞില്ലേ? അവർ ആ താഴ്മയിൽ നിന്ന് സംസാരിക്കുകയാണ്. അവർ ഉയർത്തുന്നത് ദൈവത്തെയാണ്. ഞങ്ങൾ സമസ്വഭാവമുള്ള സാധാരണക്കാരായ പുരുഷന്മാർ, എന്നാൽ ഞങ്ങളുടെ ദൈവമോ വലിയവനായ ഒരു ദൈവം, സർവശക്തനായ ഒരു ദൈവം. രാത്രിയിൽ നമുക്കത് വിശ്വസിക്കണം. നമ്മുടെ പാട്ടിൽ, നമ്മുടെ പ്രസംഗത്തിൽ, നമ്മുടെ ശുശ്രൂഷയിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ മുഴുവൻ ഉയർച്ചയും പുകഴ്ചയും ആരാധനയും മഹത്വവും നമ്മുടെ കർത്താവിന് കൊടുക്കണം. ദൈവത്തിന് വേണ്ടി ശക്തമായി നിന്ന, പ്രാണത്യാഗത്തോടെ നിന്ന ഒരു വ്യക്തിയാണ് ബർന്നബാസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പലയിടത്തും തന്നെ കുറിച്ച് പ്രസ്താവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഹൂദന്മാരും യവനന്മാരും ഒക്കെ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ അതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചതാണ് റോമർ എഴുതിയ ലേഖനത്തിൽ അല്ലേ? ഹല്ലേലൂയ. അവരുടെ ഇടയിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്നത് നല്ലതാണ്, സ്നാനപ്പെടുന്നത് നല്ലതാണ്, പരിശുദ്ധാത്മാഭിഷേകം അറിയുന്നത് നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷേ എന്നാലും യഹൂദന്മാർ പറയണം പരിശോധനയും കേൾക്കണം. ഹല്ലേലൂയ. ഞങ്ങളുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളോടും ഒക്കെ ഒന്ന് നിങ്ങൾ അനുഷ്ഠിക്കണം. ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരോട് യഹൂദന്മാർ നിർബന്ധിക്കാറുണ്ട്, നിങ്ങൾ പരിച്ഛേദനയാക്കണം. സ്നാനപ്പെടുന്നത് സത്യമാണ്, പക്ഷേ പരിച്ഛേദനകൾ കേൾക്കണം. ഈ നിർബന്ധം അധികമായി വന്നപ്പോൾ 15-ാം അധ്യായത്തിലാണ് അവർ യെരുശലേം കൗൺസിൽ കൂടുകയാണ്. ആദ്യത്തെ കൗൺസിലാണ് യെരുശലേം കൗൺസിൽ. അപ്പോസ്തലന്മാരുടെ കൗൺസിൽ കൂടുകയാണ്. എന്തൊക്കെ ഉപേക്ഷിക്കണം, എന്തൊക്കെ ഉപേക്ഷിക്കരുത്, എന്തൊക്കെ ആകാം, എന്തൊക്കെ ആകരുത് എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു കൗൺസിൽ അപ്പോസ്തലന്മാരുടെ കൂടുകയുണ്ടായി. ആ കൗൺസിൽ കൂടിയിട്ട് പരിച്ഛേദന കഴിപ്പിക്കണമെന്നുള്ള ഒരു നിർബന്ധം അവരുടെ ഇടയിൽ വന്നപ്പോൾ ആ മീറ്റിംഗ് കൂടിയിട്ട് അവർ പരിച്ഛേദനയ്ക്കെതിരെ സംസാരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് 15-ാം അധ്യായത്തിൽ 25-26 വാക്യങ്ങളിൽ ബർന്നബാസിനെ കുറിച്ചൊരു കമന്റ് പറയുന്നുണ്ട്. വായിച്ചാൽ 25-26 വാക്യങ്ങളിൽ കണ്ടോ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ ബർന്നബാസിനോടും പൗലോസിനോടും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണമെന്ന് ഒരുമനപ്പെട്ട് അപ്പോൾ കൗൺസിൽ കൂടിയതിനു ശേഷം അവർ തീരുമാനിക്കുകയാണ് ബർന്നബാസിന്റെ കൂടെ പൗലോസിന്റെ കൂടെ ചിലരെ അയക്കണം, തിരഞ്ഞെടുത്ത് അയക്കണം. എന്തുകൊണ്ടാണ്? അവർ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരാണ്.
പ്രാണത്യാഗം ചെയ്യുന്നത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോകുന്നതല്ല. പ്രാണത്യാഗം ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ ജീവനെ തന്നെ വെച്ചുകൊള്ളുവാൻ, ജീവനെ തന്നെ വിട്ടുകൊടുക്കുവാൻ സമർപ്പണമുള്ളവരായിരുന്നു അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും എന്ന് കാണാൻ കഴിയും. നമ്മൾ എത്ര കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, വിശ്വാസത്തിൽ ശക്തൻ, അല്ലേ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ, നല്ല മനുഷ്യൻ, പ്രാണത്യാഗത്തോളം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ. യുവാസപ്രാർത്ഥനയുടെ പ്രാരംഭ ദിനത്തിൽ നമ്മളോട് പരിശുദ്ധാത്മാവ് എന്താ ഇത് സംസാരിക്കുന്നത്? ഈ ക്വാളിറ്റീസ് ഒക്കെ നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് രണ്ട് ഭാഗങ്ങൾ ചിന്തിക്കാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോസ്തലരുടെ 15-ാം അധ്യായത്തിന്റെ 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ബർന്നബാസിന്റെ മറ്റൊരു പ്രത്യേകതയുടെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പംഫുല്യയിൽ അപ്പോസ്തലരുടെ 15-ന്റെ 35 എടുത്തു. ഒന്നാം മിഷനറി യാത്രയിൽ മർക്കോസ് ഇടയ്ക്ക് വെച്ച് പിന്മാറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോകുവാൻ പൗലോസിന് മനസ്സില്ലായിരുന്നു. പൗലോസിന് മനസ്സില്ലാതിരുന്നപ്പോൾ ബർന്നബാസ് നിർബന്ധിക്കുകയാണ്, പൗലോസിനോട് പറയുകയാണ്. അപ്പോൾ പൗലോസ് എന്താണ്? പൗലോസ് പറയുന്നു, പംഫുല്യയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവർത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് യോഗ്യമല്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഈ പുള്ളിയെ ഒന്നാം മിഷനറി യാത്രയിൽ കൂട്ടിക്കൊണ്ട് പോയതാണ് മർക്കോസിനെ. അപ്പോൾ ഈ മർക്കോസിനെ പിന്നെയും കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പകുതിയാകുമ്പോൾ പുള്ളി ഇട്ടച്ച് ഞാൻ പോകാന്ന് പറഞ്ഞാൽ പോകുമെന്ന് പൗലോസിന് പ്രതീക്ഷ ഉള്ളതുകൊണ്ട് മർക്കോസിനെ കൂട്ടുണ്ടാകുന്നതാണ് പൗലോസ് പറയുന്നത്. എന്നാൽ ബർന്നബാസിന് മർക്കോസിനെ കൊണ്ടുപോയേ പറ്റുള്ളൂ. താഴെ വായിച്ചു. അവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ട് വേർപിരിഞ്ഞു. അപ്പൊ ഉഗ്രവാദം ഉണ്ടാകുന്നതും വേർപിരിയുന്നതും ഒക്കെ പണ്ട് ആദിമസഭയിലുണ്ട്, അല്ലെ? വലിയ അടിയും പഴക്കൊന്നുമല്ല, ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ ശുശ്രൂഷകരാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. മർക്കോസിന്റെ പേരിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. എന്നാൽ പിന്നത്തെ അതിൽ മർക്കോസിനെ സ്വീകരിക്കുന്ന പൗലോസിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബർന്നബാസും പൗലോസും കൂടെ ഉഗ്രവാദം ഉണ്ടായെന്ന് എഴുതിയിട്ട് പല പ്രാവശ്യം ബർന്നബാസിനെ കുറിച്ച് പൗലോസ് തന്റെ ലേഖനങ്ങളിൽ പുകഴ്ത്തി എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ ഈ ഒരു ഉഗ്രവാദം ഉണ്ടായെന്ന് കരുതി, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് കരുതി എന്നേക്കുമായിട്ടുള്ള ഒരു വഴക്കായിരുന്നില്ല അത്. പിന്നെയോ അവർ പിന്നീട് ചേർന്ന് വരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ബർന്നബാസ്, മർക്കോസ് ഒരു യുവ ശുശ്രൂഷകനാണ്. മർക്കോസ് ഒരു യുവ ശുശ്രൂഷകനാണ്. താൻ പ്രയോജനപ്പെടണം, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് മർക്കോസിനെ താൻ കൊണ്ടുപോകാൻ രണ്ടാം മിഷനറി യാത്രയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ പൗലോസ് ഞാൻ കൊടുക്കുന്നു, രണ്ടുപേരും ഉഗ്രവാദം ഉണ്ടായി പിരിയുന്നു. വായിച്ചാട്ടെ. ബർന്നബാസ് പൗലോസ് ശീലാസിന്റെ കൂടെ പോയി. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കുപ്രോസിലേക്ക് പോയി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പിരിയുകയാണ്. എന്നാൽ ഇവിടെ ബർന്നബാസിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയി കാണത്തില്ല. ശുശ്രൂഷയുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ നിമിത്തമായിരിക്കാം മർക്കോസ് പൗലോസിൽ നിന്ന് പംഫുല്യയിൽ വെച്ച് അകന്നുപോയത്. അപ്പോൾ ഒരിക്കൽ അകന്നുപോയ ശുശ്രൂഷകനെ ഇനിയും അടുപ്പിക്കരുതെന്ന് പൗലോസ് ആഗ്രഹിച്ചപ്പോൾ ബർന്നബാസ് ഒരിക്കൽ വീണുപോയവനെ, ഒരിക്കൽ തകർന്നു പോയവനെ ചേർത്ത് പിടിക്കുന്നത് കാണാൻ കഴിയും. ദൈവസഭയിലുള്ളവരും എല്ലാവരും ആക്റ്റീവായിട്ട് നിൽക്കുന്നവരാണെന്നില്ല, അല്ലേ? ദൈവസഭയിലുള്ളവരും ചിലർക്ക് കുറവുകളുണ്ടായിരിക്കും, ചിലർക്ക് ബലഹീനതകളുണ്ടായിരിക്കും, ചിലർക്ക് പരാജയങ്ങളുണ്ടായിരിക്കും. പക്ഷെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കും. ഹല്ലേലൂയ. കുറവുകൾ കണ്ട്, പരാജയങ്ങൾ കണ്ട് ബർന്നബാസിനെ പോലെ പൗലോസ് ശക്തനായ ശുശ്രൂഷകനാണ്. പൗലോസിനെ അപ്പോസ്തലന്മാർക്ക് പരിചയപ്പെടുത്തുന്നത് പോലും ബർന്നബാസാണ്, അല്ലെ? ആദിമസഭയിൽ അപ്പോസ്തലന്മാർ ഈ പൗലോസിന് കേൾക്കുമ്പോഴേ അവർക്ക് പേടിയാ, ശൗലിന് കേൾക്കുമ്പോഴേ പേടിയാ. അങ്ങനെയുള്ള ആളെ അപ്പോസ്തലന്മാരെ അടുക്കൽ കൊണ്ട് പരിചയപ്പെടുത്തിയ ആള് ബർന്നബാസാണ്, അല്ലെ? അപ്പോൾ അങ്ങനെ ഉള്ള മനുഷ്യൻ അപ്പോസ്തലന്റെ പൗലോസിനോട് ഉഗ്രവാദം ഉണ്ടായിട്ട് പൗലോസിന്റെ വാക്ക് കേൾക്കാതെ മർക്കോസിന് വേണ്ടി അവൻ നഷ്ടപ്പെട്ടു പോകരുത്, അവൻ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിച്ച് മർക്കോസിനെ ചേർത്ത് നിർത്തുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ദൈവസഭയായിട്ട് നമ്മളും അങ്ങനെയാണ്. ഒരാൾ പ്രാർത്ഥനയിൽ കുറയുന്നു, അഭിഷേകത്തിൽ കുറയുന്നു, പരിശുദ്ധാത്മാവിൽ കുറയുന്നു, ഹല്ലേലൂയ, ആത്മീയമായി ഭൗതികമായി കുറയുന്നു കാണുമ്പോൾ ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് ബർന്നബാസിനെ പോലെ ഉണ്ടാകണം. ഇനിയും നോക്കാൻ കാലങ്ങൾക്ക് ശേഷം പൗലോസ് ബർന്നബാസിനോട് മർക്കോസിനെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. അതോടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോയത് 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ മർക്കോസിനെ കുറിച്ച് പൗലോസ് ബർന്നബാസിനോട് പറയുന്ന ഒരു ഭാഗം.
2 തിമോഥെയോസ് 4:11 മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. ഒരു ഒന്നാം മിഷനറി യാത്രയിൽ, രണ്ടാം മിഷനറി യാത്ര സമയത്ത് ഈ മനുഷ്യൻ എനിക്ക് വേണ്ട, എവിടെയും കൊണ്ടുപോകുമെന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലൻ പിന്നീട് മർക്കോസ് പ്രയോജനപ്പെടുന്നു എന്ന് അറിഞ്ഞപ്പോൾ, ബർന്നബാസിന്റെ കൂടെ അവൻ ഉപയോഗിക്കപ്പെടുന്നു അറിഞ്ഞപ്പോൾ, പിന്നത്തേത് തിമോഥെയോസിനോട് പറയാണ്, തിമോഥെയോസ് എഴുതിയ പറയാണ്, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനായാൽ അവനെ തിരികെ കൂട്ടിക്കൊണ്ടുവരിക. ഈ വരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അതുകൊണ്ട് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കേട്ടതിന് മുമ്പിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഉപയോഗമില്ലാത്തവൻ തോന്നിയിടത്ത് നിന്ന് ഹല്ലേലൂയ അവനെ കൈവിടാതെ, അവനെ ഉപേക്ഷിക്കാതെ ശുശ്രൂഷയിൽ കൂടെ കൊണ്ടു നടന്ന് ഹല്ലേലൂയ കുപ്രോസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഹല്ലേലൂയ ശുശ്രൂഷയിൽ കൂടെ നിർത്തി, പരിശുദ്ധാത്മാവിൽ കൂടെ നിർത്തി അവൻ ഉപയോഗമുള്ളവനെന്ന് തെളിയിച്ച ബർന്നബാസ്. അവൻ ഒരിക്കൽ ഉപയോഗമുള്ളവൻ ദേശം അറിഞ്ഞതുകൊണ്ട്, ഹല്ലേലൂയ അപ്പോസ്തലന്മാർ അറിഞ്ഞതുകൊണ്ട്, പൗലോസ് അറിഞ്ഞതുകൊണ്ടാണ് ഹല്ലേലൂയ ബർന്നബാസിനോട് തിമോഥെയോസിനോട് പറയുന്നത്, അവനെ കൂട്ടിക്കൊണ്ടുവരിക, അവൻ പ്രയോജനപ്പെടുന്നവനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ നമുക്ക് ഈ ക്വാളിറ്റീസ് ഉണ്ടോ? ഹല്ലേലൂയ പ്രാർത്ഥനയാ നാം കടന്നു വരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ഉണർവിൽ നാം ആരാധിക്കുന്നു, അഭിഷേകത്തിൽ നാം ആരാധിക്കുന്നു, അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാം നല്ലതാണ്. എങ്കിലും ഹല്ലേലൂയ ഒരു അഭിഷക്തൻ, ഒരു പരിശുദ്ധാത്മാവിലുള്ള പുരുഷനുള്ള ഹല്ലേലൂയ ആത്മീയ ക്വാളിറ്റീസ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ. എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി മർക്കോസിന് ദൈവം അവസരം കൊടുത്തതുപോലെ, പൗലോസ് പോലും കൊടുക്കാതിരുന്നിടത്ത് ബർന്നബാസിൽ കൂടെ മർക്കോസിന് വീണ്ടും അവസരം കൊടുത്തതുപോലെ പരിശുദ്ധാത്മാവ് ഈ രാത്രി, ഈ പ്രാരംഭ ദിനത്തിൽ നമുക്കൊരവസരം നൽകുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ മാസത്തിൽ നിന്നും ഈ മാസം ഹല്ലേലൂയ ആത്മീയമായ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിൽ പറയുന്നത് കുറഞ്ഞിട്ടുണ്ടോ, കൂടിയിട്ടുണ്ടോ? വചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കുറഞ്ഞിട്ടുണ്ടോ, കൂടിയിട്ടുണ്ടോ? ഹല്ലേലൂയ വ്യക്തിപരമായ ദൈവത്തോടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിലുള്ള നിറവ് എങ്ങനെ ഇരിക്കുന്നു? വിശ്വാസത്തിലുള്ള വർധന എങ്ങനെ ഇരിക്കുന്നു? നല്ല മനുഷ്യനുള്ള ക്വാളിറ്റി എങ്ങനെ ഇരിക്കുന്നു? ഹല്ലേലൂയ. ഇതൊക്കെ ഒന്ന് പരിശോധിക്കുവാൻ ഇന്ന് രാത്രി ദൈവങ്ങളിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കപ്പെടാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കുന്നവരായി, നല്ല നാമുള്ളവരായി തീരാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കുറ്റം പറയുന്നവരായി തീരാതെ, അപവാദം പറയുന്നവരായി തീരാതെ, ഹല്ലേലൂയ പരസ്പരം പഴിയാനുള്ളവരായി തീരാതെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കുന്നവനായി ബർന്നബാസിനെ പോലെ ദൈവങ്ങളിലേക്ക് ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടാമോ? എവിടെയാണ് നാം വീണ് പോയിട്ടുള്ളത്? ഹല്ലേലൂയ തകർന്നു പോയിട്ടുള്ളത്? ഇന്ന് രാത്രി കർത്താവ് ഒരു മടങ്ങി വരവ് നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല മുഴുവൻ മഹത്വവും ആരാധനയും പുകഴ്ചയും ഹല്ലേലൂയ ദൈവത്തിന് കൊടുക്കുക. ശക്തരായ അപ്പോസ്തലന്മാരായിരുന്നവർ പറഞ്ഞു, ഞങ്ങൾ സർവ്വസ്വഭാവമുള്ള മനുഷ്യർ, സാധാരണ പുരുഷന്മാർ, മുഴുവത്വവും ഞങ്ങളുടെ ദൈവത്തിൽ ഞങ്ങൾ നൽകുകയാണ്. വ്യർത്ഥ കാര്യങ്ങളെ വിടുക. ഹല്ലേലൂയ മുഴുവത്വവും പുകഴ്ചയും ആരാധനയും ഹല്ലേലൂയ. നമ്മിൽ കൂടെ ദൈവം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ നാം